നമസ്കാരം. ഇടത് സൈഡിൽ കാണുന്ന ഷൈൻ ചേട്ടൻ, നടുക്കുള്ളത് ഞാൻ, വല സൈഡിൽ കാണുന്ന സേതു. ഏറ്റവും കൂടുതൽ ഒന്നിച്ച് യാത്രയായിട്ടുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളാണ്, സഹോദര തുല്യരായിട്ടുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ. ഇതുകൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട ശിലാസന്തോഷമുണ്ട്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ഒരുപാട് യാത്രകൾ വിദേശത്തും സ്വദേശത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് തായ്ലൻഡിൽ പോയൊരു കഥ പറയാം. ഞാനും സേതുവും കൂടാണ് ആ ഒരു യാത്രയ്ക്ക് തീരുമാനമെടുത്തത്. കാരണം ഞാൻ ഹോൾ കോയിൻ വളരെ സീരിയസ് ആയിട്ട് കളക്ട് ചെയ്യുന്നൊരു സമയമാണ്. തായ്ലൻഡിൽ ഈ ഒരു ഹോട്ടലിലാണ് അന്ന് പോയത്. തായ്ലൻഡിൽ എങ്ങനെ പോകാമെന്നോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ സ്ഥിരം ട്രാവൽ ഏജൻസിയായ റിയ ട്രാവൽസിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓൺ അറൈവൽ വിസയാണ്, ഇത്ര രൂപ അവിടെ വിസയ്ക്കാവും, ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എയർ ഏഷ്യയുടെയൊക്കെ ടിക്കറ്റ് എടുത്ത് ഈ ഓപ്ഷന് പങ്കെടുക്കാൻ വേണ്ടി. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോസ് കാണുന്നത് തായ്ലൻഡിലെ ഒരു വലിയ ഓപ്ഷനാണ്. ഇതെല്ലാം 4 മാസം കൂടുമ്പോഴും ഓർമ്മയുണ്ട്. അതായത് വർഷത്തിൽ മിനിമം 4 ഓപ്ഷനുകൾ നടക്കുന്നുണ്ട്. വലിയ വലിയ ആളുകൾ വലിയ എമൗണ്ടിന് സാധനങ്ങൾ ഓപ്ഷൻ ചെയ്തെടുക്കുന്ന ഒരു സെൻറ്ററാണത്. ഞാൻ ഹോൾ കോയിൻ വളരെ സീരിയസ് ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ എവിടെയോ ഇങ്ങനെ കണ്ടു പോയപ്പോൾ ഫേസ്ബുക്കിൽ എവിടെയോ കണ്ടു ബർമയുടെ ഹോൾ കോയിൻ ഇവിടെ ഓപ്ഷന് വരുന്നുണ്ടെന്ന്. ബർമയുടെ ഹോൾ കോയിൻ വളരെ റെയറാണ്, വളരെ ലിമിറ്റഡ് ആയിട്ട് മാർക്കറ്റിലുള്ളൂ. അപ്പോൾ ഈ ബർമയുടെ ഹോൾ കോയിൻ എൻ്റെ കളക്ഷനിലില്ല. അപ്പോൾ ഇതുപോലുള്ള വലിയ ഹൈ സ്റ്റാൻഡേർഡ് ഓപ്ഷനാണ്. അപ്പോൾ അവിടെ പോയി ഓപ്ഷന് പങ്കെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളവിടെ പോയി രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ കയ്യിൽ വിളിച്ച് എടുക്കാനുള്ള പണം ഉണ്ടെന്നുള്ളതൊക്കെ അവർക്ക് ഉറപ്പ് വരുത്തണം. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. നിങ്ങൾക്ക് കാണാം 40,000 തൈബത്തിനൊക്കെയാണ് ഓരോ കോയിൻ വരുന്നത്. അതായത് 40,000 എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മണി 1 ലക്ഷം രൂപ. ഇത് കണ്ടില്ലേ, ലക്ഷങ്ങളിലാണ്, തൈബത്തിനാണ് പോകുന്നത്. തൈബത്ത് ഇൻറ്റു 2.5 ഇട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് കിട്ടും. അന്ന് 2.10 മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കൂടുതലും ആൻറ്റിക് ഐറ്റംസും നാണയങ്ങളും ഒക്കെ തന്നെയാണ് ഓപ്ഷൻ നടക്കുന്നത്. ചിലപ്പോൾ ബാങ്ക് നോട്ടുകൾ, ബാങ്ക് നോട്ടുകൾ, തായ്ലൻഡിൻ്റെ ബാങ്ക് നോട്ടുകൾ, ഫോറിൻ ബാങ്ക് നോട്ടുകൾ. കഴിഞ്ഞ ഓപ്ഷന് USA-യുടെ 500-ൻ്റെയും 1000-ൻ്റെയും ഡോളർ അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1000-ൻ്റെ ഡോളർ പോയത് $3000 മറ്റോ ഓപ്ഷന് പോയത്. കുറച്ച് റയറിറ്റി ഉള്ളതാണ്, 25 ഗ്രേഡോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ റയറിറ്റി ഉള്ളതാണ്. ഇങ്ങനെയുള്ള റേറ്റിലൊക്കെ ഇവിടെ ഓപ്ഷൻ പോകുന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ ചെന്ന് പെട്ടത്. അപ്പോൾ ഞങ്ങൾ പോയി രജിസ്റ്ററൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പാഡിൽ തന്നത് നമുക്കൊരു നമ്പർ തരും. അപ്പം ഇതാണ് 832. നമുക്കിപ്പോൾ എന്തെങ്കിലും ബിഡ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഉയർത്തി കാണിക്കണം. ഇത് തായ്ലൻഡിൽ ഓപ്ഷൻ നടക്കുന്ന ഹാളിലുള്ള ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ ബിഡ് ചെയ്തന്ന് എടുത്ത നാണയം എന്ന് പരിചയപ്പെടുന്നത്. എൻ്റെ ഹോൾ കോയിൻസിൽ കുറച്ച് ഗ്രേഡഡ് കോയിൻസ് ഞാൻ ഈ ഒരു ബോക്സിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയങ്ങളുണ്ട്. ആക്ച്വലി ഞാൻ 120ഓളം ഡിഫറെൻറ്റ് രാജ്യങ്ങളുടെ ഹോൾ കോയിൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ഹോൾ കോയിൻസിൻ്റെ തന്നെ ഒരു പേജുണ്ട്, മൈ ഹോൾ കോയിൻസ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അതിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കോയിൻ. അന്ന് ഓപ്ഷൻ ചെയ്തെടുത്തപ്പോൾ ഇതൊരു ഗ്രേഡഡ് കോയിൻ അല്ലായിരുന്നു. വാങ്ങിച്ച ശേഷം അവരുടെ കയ്യിൽ തന്നെ, അവർ ഗ്രേഡിങ് സ്പെഷ്യലിസ്റ്റാണ്, അവർ തന്നെ NGC-യുടെ സബ് ഏജൻ്റാണ്. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെ കൊടുത്ത് ഗ്രേഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഒരു നാണയത്തിന് അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 28,000 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഫോറിൻ കറൻസിയിലാണ് ആയത്. ഞങ്ങൾ ഇത് ഇവിടെ ഗ്രേഡ് ചെയ്യാനൊക്കെ കൊടുത്ത് തിരിച്ച് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ നമ്മളുടെ പ്രശസ്ത ഫുട്ബോളർ IM വിജയൻ സാറിനെ നേരിട്ട് കാണാനൊരു അവസരം ഉണ്ടായി. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.